യോ ഹലോ എവരിബഡി. ഇതെൻ്റെ പുതിയ സ്റ്റുഡിയോ സെറ്റപ്പാണ്. സോ ചെറിയ ബ്രൈറ്റ്നസിൻ്റെ ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം. ആകെ വീഡിയോ കാണുമ്പോൾ 5 പേരാ. സോ അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് കേട്ടോ. എനിവേ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബിറ്റ് കോയിനെ കുറിച്ചാണ്. വൈ ബിറ്റ് കോയിൻ ഈസ് സോ മച്ച് കോസ്റ്റ്ലി ഓർ എക്സ്പെൻസീവ്. എന്തുകൊണ്ടാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ 55 ലക്ഷം രൂപയാണ് ഒരു ബിറ്റ് കോയിൻ. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്? സോ ബിറ്റ് കോയിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ബിറ്റ് കോയിൻ എങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ വൈ ദിസ് ഈസ് സോ മച്ച് എക്സ്പെൻസീവ് എന്ന് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിയത് 2022 സോ അന്ന് തന്നെ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ഞാൻ അതിൻ്റെ പുറകെയായിരുന്നു. അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട്. സോ ഇത് ഭയങ്കര ഒരു ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കിയപ്പം ഭയങ്കരമായിട്ട് മൈൻഡ് ബ്ലോൺ ആയി. ഒരു സിനിമ ഭയങ്കര ഒരു ബുദ്ധിജീവി പടമൊക്കെ കാണത്തില്ല, ആ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് പോയപ്പോൾ. സോ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈ ഇറ്റ് ഈസ് ഓർ റെലവൻറ്റ്, വൈ ഇറ്റ് ഈസ് സോ എക്സ്പെൻസീവ്. സോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാനൊരു കഥ രൂപത്തിലാണ് ഇപ്പോൾ പറയുന്നത്. സോ നമ്മളിപ്പം മണി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ. അതായത് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അയാൾ ഒരു ചക്ക കൊടുക്കുന്നു, മറ്റേ ആൾ ഒരു പേരയ്ക്ക കൊടുക്കുന്നു. നേരം പകരത്തിന് പകരം അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു ബാർട്ടർ സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇതിന് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇക്വാലിറ്റി, ഇപ്പം ചക്കയ്ക്ക് പകരം പേരയ്ക്ക കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സോ അവിടെ ഒരു ഇക്വാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ കളിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചക്കയ്ക്ക് വരണ്ടാണെങ്കിൽ പേരയ്ക്ക കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെറീസ് കൊടുക്കാം. സോ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് വേണം നമ്മളത് നോക്കാൻ. ആൻഡ് മോറോവർ ഇങ്ങനെ കറക്റ്റ് ഇപ്പം ഒരു ചക്കയുണ്ട്, കറക്റ്റ് സെയിം സൈസുള്ള ചക്ക തേടി വേണമെങ്കിൽ പോകണം. സോ ഒരു ഇക്വാലിറ്റി മാച്ച് ചെയ്യാം. സോ ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ തേടി പോകേണ്ടുന്ന പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ കിട്ടിയത് കൊണ്ടോണം പോലെ എന്നുള്ളൊരു ഇതിലേക്ക് വരും അല്ലേ. അന്നേരം അവിടെ നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അന്നേരം അതായിരുന്നു ഈ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നെന്ന് പറയുന്നത്. സോ അതിന് പരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ് മണി, ഒരു കറൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു 10 രൂപയുടെ ഒരു നോട്ടാണ്. സോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് അത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. ഇപ്പം നമ്മൾ 10 രൂപ കൊടുത്തു, അയാളും തിരിച്ച് 10 രൂപ തരണമെന്ന് നമുക്കവിടെ ഒരു ഇതുണ്ടാകുന്നുണ്ടല്ലേ. അന്നേരം അവിടെ ആ ഒരു നമ്പർ സിസ്റ്റത്തിലൂടെ അവിടെ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ അവിടെ സാധിക്കുന്നു. സോ അത് അവിടെ ആ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി. ബട്ട് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, എന്നാൽ മണിയുടെ ആ ഒരു പ്രശ്നം സോൾവ് ആയി. പക്ഷേ മണി യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും കാലം നമ്മൾ മണി യൂസ് ചെയ്ത് എത്ര, എനിക്ക് തോന്നുന്നു 100,000+ ഇയേഴ്സോളം കഴിഞ്ഞപ്പം ഈ മണിക്കും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അതെന്താണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത്, അത് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സാധനമാണ്. സോ നമുക്കത് ഫിസിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പം UPI അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് കാലങ്ങളിൽ അത് കൊണ്ട് നടക്കണമായിരുന്നു, മണി കൊണ്ട് നടക്കണമായിരുന്നു, അല്ലെങ്കിൽ ATM കാർഡ് കാണുമായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ഫോൺ നമുക്ക് കൊണ്ടു നടക്കേണ്ട മൊബൈൽ ഫോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. നമ്മളിപ്പം ഇത് മണി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സെൻട്രലൈസ്ഡ് സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മണി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ബാങ്കിൽ ഒക്കെ ആയിരിക്കും. സോ ബാങ്കിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ബാങ്ക് ഒരു സെൻട്രലൈസ്ഡ് ഒരു സ്ഥാപനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരാവശ്യകതയുണ്ട്. ഇപ്പം അവധി ദിവസങ്ങളിൽ ബാങ്ക് പ്രവർത്തിക്കത്തില്ല. ദെൻ അവിടെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോറോവർ അവിടെ ഒരു ക്ലർക്ക് കാണും, ഹ്യൂമൻസ് ഉണ്ട്. സോ ഇപ്പം ഒരു ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു വയസ്സായിട്ടുള്ള ഒരാളല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത്രയും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാം. അത് വെച്ചിട്ട് വളരെ ക്രിമിനൽ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നടത്താം. സോ അതൊരു മെയിൻ പ്രോബ്ലത്തിലൊന്നാണ് ഈ ഒരു കറൻസിയുടെ കേസ്. സോ ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നതാണ് ഡ്യൂസിബിലിറ്റി. നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് ബില്ല് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ഇപ്പം 125.65 റുപ്പീസിന് നമ്മളൊരു സാധനം മേടിച്ചു, അല്ലേ? 125.65. സോ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? അത് റൗണ്ട് ഓഫ് ചെയ്ത് 126 കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ശരിക്കും അവിടെ അന്നേരം നഷ്ടമല്ലേ വരുന്നത്? അത് നിങ്ങളിപ്പം വിചാരിക്കുമോ അത്രയും പൈസയല്ലേ ഉള്ളൂ, പക്ഷേ അതൊരു 1000 പേര് അല്ലെങ്കിൽ ഒരു 2000 പേര് അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചാൽ ഇൻറ്റു 2000 ചെയ്ത് നോക്കുമ്പോൾ അവിടെ എത്രയും രൂപ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഓക്കെ, സോ അന്നേരം നമുക്ക് 125.65 കൊടുക്കാൻ നമുക്ക് ഈ ഒരു മണി വെച്ച് നമുക്ക് മിക്കവാറും സാധിക്കത്തില്ല. സോ അതേസമയം ഇത് വെച്ച് സാധിക്കും എന്താണ്? നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് വെച്ച് സാധിക്കും. അതേസമയം നമ്മളുടെ ഫിസിക്കലായിട്ട് നമുക്ക് പറ്റത്തില്ല. ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനും ഒരുപക്ഷെ 125.65 കൊടുക്കാൻ പറ്റുമായിരിക്കും. അതേസമയം 125.0065 കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ്. അങ്ങനെ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. സോ അതൊരു പ്രോബ്ലം. പിന്നുള്ളതാണ് ഇത് 3 പ്രോബ്ലംസാണ് മെയിൻ പ്രോബ്ലംസ് മണിയുടെ. ആൻഡ് സോ ഈ ഒരു 3 പ്രോബ്ലത്തിനെയും നാലാമത്തെ പ്രോബ്ലമാണ് ഇപ്പം ഇതിൻ്റെ സോഴ്സ്. അതായത് നമ്മളിപ്പം ഒരു ലെഡ്ജർ എന്ന് പറയുന്നൊരു സംഭവം. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കണക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ്. ഓക്കെ, ഇപ്പം ബാങ്കിൽ തന്നെ നമ്മളാണെങ്കിൽ പോയി അവിടെ എല്ലാം ആ ഡീറ്റെയിൽസ് സ്റ്റോർഡാണ്. നമ്മൾ എങ്ങോട്ട് പണം അയച്ചു, നമ്മൾ എന്ത് ചെയ്തു അത് വെച്ച്, അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു, അന്നേരം നമുക്ക് റൂട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ അത് അതിനൊരു അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ അവിടെ അന്നേരം പ്രൈവസി ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൈവസി നഷ്ടപ്പെടുക. ഓക്കെ, സോ അത് എന്നാൽ പക്ഷേ നമുക്ക് കണക്ക് വേണം താനും, ആ ഒരു റൂട്ട് മാപ്പ് വേണം താനും. ഓക്കെ, അതെവിടെ പോകുന്നു എന്നറിയണം, പക്ഷെ അത് ഹ്യൂമൻസ് അറിയാൻ പാടില്ല താനും. ഓക്കെ, അതും ഈ ഒരു സംഭവം വെച്ച്, ക്രിപ്റ്റോ കറൻസി വെച്ച്, ബിറ്റ്കോയിൻ വെച്ച് സോൾവ് ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 കൂട്ടം മണിയുടെ, ഫിസിക്കൽ കറൻസിയുടെ അല്ലെങ്കിൽ കറൻസിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ വൈ ഇറ്റ് ഈസ് സോ എക്സ്പെൻസീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വേൾഡ്സ് ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി ഈസ് ബിറ്റ്കോയിൻ. സോ ഇത്രയും വലിയ പ്രോബ്ലംസും കാര്യങ്ങളും സോൾവ് ചെയ്യാൻ കഴിവുള്ളൊരു ടെക്നോളജിയാണ് ഈ ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ആ ഒരു കഥ തന്നെ പോകുന്നത്, അതായത് ഇതൊന്നു സത്തോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ഒരാൾ ഒരു അൺനോൺ ഐഡൻറ്റിറ്റി വെച്ച് അയാൾ തൻ്റെ ബ്ലോഗിലൂടെ ചെയ്തൊരു സംഭവമാണിത്. അയാൾ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തു. അതായത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു ടേംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കൊണ്ടുവന്ന് അയാൾ എപ്പോഴും അയാൾ ആരാണെന്നോ എന്താണെന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല. സോ വൈ ഹീസ് അൺനോൺ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഇത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത്? ഒരുപക്ഷെ വലിയൊരു കോടീശ്വരൻ തന്നെ ആയിരിക്കാം, അല്ലേ? ഇപ്പം തന്നെ 55 lakhs ഒരു ബിറ്റ് കോയിൻ 55 lakhs ഒക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ തന്നെ എത്ര ബിറ്റ് കോയിൻസ് കാണും? എന്നിട്ട് പക്ഷേ
പുള്ളി പുള്ളിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുമില്ല. ഒരുപക്ഷെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്തൊരാൾ, അങ്ങനെ അതിനൊരു താല്പര്യമില്ലാത്ത ഒരാളായിരിക്കാം. വേറൊരു ഇതെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഒരു വർക്ക് തന്നെ ആയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ എന്തോ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന ഒരാളായിരിക്കാം. സോ എനിവേ, ഇറ്റ്സ് എ ഗ്രേറ്റ്, വളരെയധികം വലിയൊരു റെവല്യൂഷനാണ് ബിറ്റ് കോയിനിലൂടെ കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ക്രിപ്റ്റോ കറൻസികൾസ് ഉണ്ട്. ഇത്തേറിയം, കർഡാനോ, ഷിബ, ഡോജി കോയിൻ. ബട്ട് അതിനൊന്നും അത്രയും വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തേറിയം പിന്നെയും കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളതിനൊന്നും, പിന്നെ ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പം ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഇത്രയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നൊരു സംഭവമാണ്. അതേസമയം ഇത്തേറിയം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേറെ കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നൊരു സാധനമാണ്. സോ ബിറ്റ് കോയിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഇത്തേറിയമാണ്. ഇത്തേറിയത്തിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടറൊക്കെ നോണാണ്, ഐഡൻറ്റിറ്റി എല്ലാം നോണാണ്. വ്ളാഡിമിർ അങ്ങനെ പറയുന്ന ഒരാളാണ് അതിൻ്റെ ഫൗണ്ടർ. ആൻഡ് ഭയങ്കരമായിട്ട് കമ്മ്യൂണിറ്റി സപ്പോർട്ടുള്ള സംഭവമാണ് ഇത്തേറിയം എന്ന് പറയുന്നത്. സോ വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വന്നതുകൊണ്ട് ചെറിയൊരു ഇടിവ് ഉണ്ടായി. കാരണം ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് വന്നതുകൊണ്ട് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ചില ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മണിയുടെ ഡിസഡ്വാൻറ്റേജസ് ഡിജിറ്റൽ മണി കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഫുള്ളി പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസീസ് റെലവൻ്റ് ആവുന്നത്. ക്രിപ്റ്റോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ എന്തോ മറഞ്ഞിരിക്കുന്നത് ആ ഒരു സംഭവമാണ്. ആൻഡ് ദേ ബ്ലെൻഡ് ഇറ്റ് വിത്ത് കറൻസി. സോ ക്രിപ്റ്റോ കറൻസി, അത് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ടെക്നോളജി, ആൻഡ് കറൻസി എന്ന് പറയുന്നൊരു ഫിസിക്കൽ സാധനം, അല്ലെങ്കിൽ അത് ഒരു ബ്ലെൻഡ് ചെയ്ത് ഒരു പുതിയൊരു ടെക്നോളജി തന്നെ കൊണ്ടുവരികയാണ്. ഈ ക്രിപ്റ്റോ കറൻസി എന്ന് ആ ഒരു സംഭവം വേർഡിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ലെഡ്ജർ സൂക്ഷിക്കേണ്ടുന്ന ആവശ്യകത എല്ലാവരും മണി ട്രാൻസാക്ഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ ഒരു മണി ആർക്ക് അയച്ചു. ബട്ട് ഇതൊരു ഫിസിക്കൽ ഒരു ആൾ ഇരുന്ന് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലർക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ അയാൾ അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നു. അന്നേരം അവിടെ ആ ഒരു ഹ്യൂമൻ എക്സ്പോസ് ആകുകയില്ലേ ആ ഒരു വിവരങ്ങളെല്ലാം. സോ അതുകൊണ്ട് തന്നെ അയാളൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരാളാണെങ്കിൽ വളരെ ക്രിമിനൽ സംഭവങ്ങളെല്ലാം ചെയ്യാൻ അയാൾക്ക് കഴിയും. സോ ഇവിടാണ് ക്രിപ്റ്റോയുടെ ഒരു റെലവൻസ്, ഇമ്പോർട്ടൻസ് വരുന്നത്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് അത് ആ ഒരു ട്രാൻസാക്ഷൻ എനിക്ക് തോന്നുന്നു 64 ബിറ്റ് ഒരു സാധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ അത് ആ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ അത് എങ്ങോട്ടാണ് പോകുന്നതെന്നും അത് ഡീക്രിപ്റ്റ് ചെയ്യാനും എന്തൊക്കെയോ പരിപാടികൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അതായത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഫുൾ കമ്പ്യൂട്ടേഴ്സും ഇത്രയും കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. സോ അത് മനസ്സിലാവണം. ഇങ്ങനൊരു സംഭവമുണ്ട്, സെൻട്രലൈസ്ഡ്. നമ്മുടെ ബാങ്ക്സ് ഒക്കെ സെൻട്രലൈസ്ഡ് സംഭവങ്ങളാണ്. അതേസമയം ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സാധനമാണ്. അതായത് ബാങ്ക്സിനൊക്കെ ആണെങ്കിൽ ഒരു ഹെഡ് കാണും അല്ലേ, അവർ പറയുന്നതിൻ്റെ കൂട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കിങ് ആൻഡ് പീപ്പിൾ. ഒരു കിങ് കാണും, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കിങ് കാണും, അവർ പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതേസമയം ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. സോ എവരി വൺ ഹാസ് ഈക്വൽ റൈറ്റ്സ്. അവിടെ ഒരു കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ആകുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അതിനകത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ആ ഒരു സംഭവം അവിടെ സ്റ്റോപ്പ് ആവും.
സോ ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ്. അവിടെ എല്ലാവരും അവിടെ ഒരു കിങ് അല്ലെങ്കിൽ ഒരു ഹെഡ് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിപ്രകാരമാണ് അവരുടെ സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. അവരിപ്പോൾ ഒരു കിങ്ങിന് തോന്നുക, ഞാൻ കിങ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഹെഡ് അങ്ങനെയൊക്കെ വിചാരിക്കണേ, അല്ലാതെ രാജ്യത്തെ പ്രധാനമന്ത്രിയോ അങ്ങനെയല്ല. ആ ഒരു ബ്രാഞ്ചിൻ്റെ ഹെഡിന് ഇപ്പം വിചാരിക്കുക എനിക്ക് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് മാനിപ്പുലേഷൻ നടത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതേസമയം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനത്തിനകത്ത് അങ്ങനെ അല്ല, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനത്തിനകത്ത് അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് ഇവർ എല്ലാവരും കണക്റ്റ് ആകുന്നത് കുറേ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടാണ്. ആൻഡ് ഈ കമ്പ്യൂട്ടേഴ്സ് മൊത്തം ക്രിപ്റ്റഡ് ആയിരിക്കും. എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഒന്നുമില്ല. ഇപ്പം വേറെ ഏത് കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്റ്റ് ആയേക്കുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇല്ല. ഇപ്പം ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഹെഡിനെ, ഇപ്പം പത്തനംതിട്ട ഇരിക്കുന്ന ഒരു ഹെഡിനെ അറിയാം, തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു ഹെഡിനെ അറിയാം. ഇപ്പം ഒരു ബാങ്ക്, ഇപ്പം ഫോർ എക്സാമ്പിൾ എസ് ബി ഐയുടെ ബ്രാഞ്ച് ഹെഡ് ആരാണെന്നും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഹെഡ് ആരാണെന്നും പത്തനംതിട്ട ഇരിക്കുന്ന ഹെഡ് ആരാണെന്നും നമുക്കറിയാൻ സാധിക്കും. അതേസമയം ബിറ്റ് കോയിൻ്റെ കേസിൽ അങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് നടക്കുന്നെല്ലാം കമ്പ്യൂട്ടേഴ്സ് വഴി. ആൻഡ് ആ കമ്പ്യൂട്ടേഴ്സ് എല്ലാം എന്താണ്, ക്രിപ്റ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ വിവരങ്ങളെല്ലാം ഒരു കോഡിലേക്ക് മാറ്റും. സോ അത് ഡീക്രിപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഇത്രയും കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിലും എത്രയും കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണോ അത്രയും കമ്പ്യൂട്ടേഴ്സും ഡീക്രിപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു മെസ്സേജ് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെല്ലാം ഇരിക്കുന്ന ആ ഏത് കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്റ്റഡ് എന്ന് ഓൾറെഡി എന്താണ് ക്രിപ്റ്റഡ് ആയിട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത്. സോ അതും ഇമ്പോസിബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു സെക്യൂരിറ്റി ഒരു സംഭവം ഇതിനകത്ത് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എനിവേ ഒന്നും കൂടി ഇരുന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ തട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ പോയി കാണുക. സോ എനിക്ക് പറയാനുള്ളത്, സോ ഭയങ്കര ഒരു മൈൻഡ് ബ്ലോയിങ് ഒരു സംഭവമാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അത് തോന്നുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ ഒരു ടെക്നോളജി, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നൊരു ടെക്നോളജി, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി, അത് വേണമെങ്കിൽ ഇപ്പം നമ്മുടെ ഭരണത്തിൽ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നടക്കുന്ന എന്താണ്, ഡെമോക്രസി. ഇപ്പം ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഫസ്റ്റ് ആദ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോൾ ഒരു വേൾഡ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ സോ എങ്ങനെയായിരുന്നു ഒരു റൂളിംഗ് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത്? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ പ്രവാചകന്മാരാണ് ഫസ്റ്റ് ഭരിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് എപ്പോഴും പല കാര്യങ്ങളും ഭരിച്ചിരുന്നത്. പിന്നെ അത് കുറേ കഴിഞ്ഞപ്പം കിങ്സിലേക്ക് മാറി. കിങ്സിൽ നിന്നത് ഇപ്പം എത്തിയിരിക്കുന്ന ഡെമോക്രസി, അതായത് ആളുകൾക്ക് വോട്ട് ചെയ്ത് ആളുകൾ ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെമോക്രസി അല്ലേ. അതായത് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇപ്പം വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് കുറേ സൂപ്പർ പവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അയാൾ ശരിക്കും മാനിപ്പുലേഷൻ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ നടത്തി വേണമെങ്കിൽ ചെയ്യാം. അയാൾ ഭയങ്കര പവേഴ്സ് ഉള്ള ആളാന്നൊക്കെ വരുത്തി തീർത്ത് അയാൾ പേടിപ്പിച്ച്, അല്ലെങ്കിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുറേ പേരെ കൺട്രോൾ ചെയ്തു. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് കിങ്സായി. അവർ
ചെയ്തത് പവറിൻ്റെ ബേസിസിലാണ്. എന്താണ്, മറ്റ് രാജ്യങ്ങൾ പിടിച്ചടക്കുകയും ആരാണ് സ്ട്രോങ്ങസ്റ്റ് അവരാണ് കിങ് ആയിരുന്നു. എന്നാൽ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി, ഡെമോക്രസി ആയി. അതായത് ആളുകൾക്ക് ആരെയാണോ ഇഷ്ടം അവർക്ക് ഇത് കൊടുക്കുക, പവർ കൊടുക്കുക, വോട്ടെന്ന് പറയുന്നൊരു പവർ കൊടുക്കുക. അങ്ങനെ അവർ അത് യൂസ് ചെയ്ത് ഡെമോക്രസിയിലൂടെ ഒരു ആളെ തിരഞ്ഞെടുക്കുക, അവർ ഭരിക്കുക. ഓക്കെ. എന്നാൽ ഈ ഒരു ഡെമോക്രസിക്ക് വളരെയധികം പോരായ്മകളുണ്ട്. സോ അത് മിക്കവാറും ഈ ഒരു ടെക്നോളജിയിലൂടെ, ഇതെന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സാധനമാണല്ലേ. അപ്പോൾ ആ ഒരു ഭരിക്കുന്ന ആൾ വോട്ടിങ്ങിലൂടെ തന്നെ തിരഞ്ഞെടുത്ത ആളാണെങ്കിൽ തന്നെ എന്നാൽ തന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കുറേ മാനിപ്പുലേഷൻ ചെയ്ത് ആളുകളെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ഭരണത്തിൽ കയറി വേണമെങ്കിൽ അയാൾക്ക് മാനിപ്പുലേഷൻ നടത്താൻ സാധിക്കും. അത് ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. സോ അതിനെ മിക്കവാറും ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജി വെച്ച് മാറ്റാൻ സാധിക്കും അല്ലേ. സോ അതെങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം എനിക്ക് ഉറക്കം വരുന്നു. രാത്രി ഇപ്പോൾ ഇപ്പം 12 മണി അങ്ങാണ്ടായി. എനിവേ നിങ്ങളും അതിനെക്കുറിച്ചൊക്കെ നോക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾ മൈൻഡ് ബ്ലോൺ ആകും. അതുവരെ പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.